ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് ആസാദ് ടെലിഫോൺ ലൈൻ ചെയ്തിട്ടുണ്ട്. ശ്രീ ആസാദ്, കേൾക്കാമോ? കേൾക്കാം. ഇതിപ്പോ വലിയൊരു സങ്കടമാണ്. അവിടെ ഇപ്പോൾ ഈ 3 മണിക്കൂർ ഈ അപകടം നടന്നിട്ട് എന്താണ് ഈ ലോറി പൊക്കിയെടുക്കാൻ കഴിയാത്തതെന്നൊരു ചോദ്യമാണ്. എന്താണ് അതിൽ ബുദ്ധിമുട്ട്? ഇത് ഏകദേശം ഇപ്പോ ലോറിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഈ 60 അടി താഴ്ചയിൽ വെള്ളമുണ്ട്. പിന്നെ അതുപോലെ തന്നെ മുകളിലേക്കും 60 അടിയുണ്ട്. അപ്പൊ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഉണ്ട് എന്നാണ് കേൾക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇതിൽ ഈ ഇപ്പൊ കൊണ്ടുവന്ന റോപ്പിന് അത് നീളമില്ല, അതാണ് മറ്റൊരു പ്രതിസന്ധി. അതോടൊപ്പം തന്നെ വലിയ ഗതാഗത കുരുക്ക് ആ മേഖലയിലാകെ ഉണ്ട്. അവിടെ ക്ഷേത്രത്തിലെ ഒരു ഉത്സവം നടക്കുന്നു, അതുകൊണ്ട് എത്തിപ്പിച്ചിടാൻ പറ്റുന്നില്ല ബന്ധപ്പെട്ടവർക്കെന്ന് പറയുന്നു. അതിൽ വസ്തുത ഈ വൈരങ്കോട് തീയാട്ട് ഉത്സവം നടക്കുകയാണ്. പക്ഷെ അതൊന്നും ഈ പ്രദേശത്തേക്കുള്ള ഇതിന്റെ തടസ്സങ്ങൾക്ക്, ഇതിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് തടസ്സങ്ങൾ വന്നിട്ടില്ല. പക്ഷെ ഇവിടെ ഇപ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ റോപ്പ് ആദ്യം ഇവരൊന്ന് മുങ്ങൽ വിദഗ്ധർ അതിന്റെ അടിയിലേക്ക് എത്തി നമ്മളെ ഈ വണ്ടി കെടുക്കുന്നത്. പക്ഷെ അങ്ങോട്ട് എത്താൻ ഇനിയും പിന്നീട് 2 മീറ്ററും കൂടിയും വേണമെന്ന് പറഞ്ഞു. അതിനനുസരിച്ച് ഈ ക്രെയിന് കുറച്ചുകൂടി മുമ്പോട്ട് കുറച്ചെടുത്ത് ഇപ്പൊ ഏകദേശം എടുക്കാൻ പറ്റുന്ന ഒരു അവസരം കിട്ടിയിട്ടുണ്ട് എന്നാ പറയാൻ അറിഞ്ഞത്. ശ്രീ ആസാദ്, അതോടൊപ്പം തന്നെ ഇതിൽ ഇപ്പോൾ ജില്ലാ ഭരണകൂടമൊക്കെ ഇടപെട്ടിട്ടുണ്ട്. കാരണം അവരൊക്കെ കളക്ടർക്ക് വിചാരിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ഇത്തരം സംവിധാനങ്ങൾ എത്തിക്കാൻ കഴിയുമല്ലോ. ആരാണ് ഇതിപ്പോൾ നേതൃത്വം നൽകുന്നത്? ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥന്മാരും അതുപോലെ തന്നെ കലക്ടർ വിളിച്ചിരുന്നു. MLA മാരൊക്കെ 2 കോട്ടക്കൽ മണ്ഡലം തിരൂർ മണ്ഡലത്തിന്റെ അതിർത്തി പങ്കിടുന്ന ഒരു പ്രദേശമാണിത്. അപ്പൊ അവരൊക്കെ ബന്ധപ്പെട്ടിട്ട് രക്ഷാപ്രവർത്തനം ഊർജിതമാക്കാനുള്ള നടപടികളൊക്കെ ആരംഭിച്ച് മുമ്പ് തന്നെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോ ഒരു അരമണിക്കൂറിനുള്ളിൽ ഇതിനൊരു പരിസമാപ്തി ഉണ്ടാവുന്നതാണ്. നാട്ടുകാർ പറയുന്നത് കേട്ടു നേരത്തെ, ഇത് സ്ഥിരം അപകട മേഖലയാണ്, ഇത്തരത്തിൽ ക്വാറികൾ മറ്റു പലതും ഈ റോഡോട് ചേർന്നുണ്ട്, അവിടെ ഒന്നും ഇങ്ങനെ രക്ഷാവേലികളൊന്നും ഇല്ല എന്ന് പറയുന്നു. അങ്ങനെയാണോ ശ്രീ ആസാദ്? ഇത് ഈ ക്വാറിയിൽ ആദ്യമായിട്ടാണ് അപകടം സംഭവിച്ചിട്ടുള്ളത്. നേരെ മറിച്ച് ഇതിന്റെ മുകളിൽ കുറച്ച് അപ്പുറത്തുണ്ട്. അവിടെ അതിന്റെ മുമ്പും ഒരു അപകടം ഉണ്ടായിട്ടുണ്ട്. ഒരു വർഷങ്ങൾക്ക് മുമ്പാണ് കേൾക്കാൻ സാധിച്ചിട്ടുള്ളത്. പക്ഷേ ഈ ക്വാറിയിലേക്ക് ഈ അപകടം വരാൻ കാരണം ഇതിന്റെ ഒരു സ്വകാര്യ വ്യക്തിയുടെ ഒരു സ്ഥലമാണ്. അപ്പോൾ ഈ ബ്രേക്ക് പോയപ്പോൾ ഡ്രൈവർ സുരക്ഷിതമായ ഒരു സ്ഥലമല്ലേ ഇച്ചിരി താഴോട്ട് പോകുന്നതാണ്. പക്ഷെ താഴോട്ട് പോന്നപ്പോൾ ഒരുപാട് താഴ്ച ഉണ്ട്. പക്ഷെ ആ താഴ്ചയിലേക്ക് പോവാതെ ഈ വണ്ടി ഒന്ന് വെട്ടിച്ച് ഒരു പുൽപ്രദേശത്തേക്ക് എടുത്ത. പക്ഷെ ആ പുൽപ്രദേശത്തിന്റെ ഉള്ളിൽ കോറി ആണെന്ന് ഈ ഡ്രൈവർ കണ്ടില്ല. അങ്ങനെയാണ് ഈ അപകടം സംഭവിക്കാൻ കാരണം. അത് പുറമേന്ന് കാണാത്ത രീതിയിലാണോ ഈ കോറി? അതാണ് ഇപ്പൊ നാട്ടുകാരും പറയുന്നത്. കാണാത്തെന്ന് പറഞ്ഞാൽ PWD റോഡാണ്. അതിലൂടെ പോകുമ്പോൾ ഒരു സൈഡ് കാണാം. പക്ഷെ ഈ അപകടം നടന്ന സ്ഥലത്ത് പുല്ലായിരുന്നു. അപ്പോൾ അങ്ങോട്ട് വെട്ടിച്ചപ്പോൾ ഇവിടെ കോറി ഉണ്ടെന്ന് ഈ ഡ്രൈവർ. ഈ തൊട്ടടുത്ത് കൂടെ പോകുന്ന ഈ റോഡ് അത് സാധാരണ ബസ്സുകളൊക്കെ പോകുന്ന റോഡ് തന്നെയാണോ? അതെ, ബസ്സുകളൊക്കെ പോകുന്ന റോഡാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം ക്വാറികൾ, 65 അടി എന്നൊക്കെ വലിയ താഴ്ചയുള്ള ക്വാറികളാണ്. അവിടെ ഒരു സുരക്ഷാ വേലിയൊക്കെ വേണ്ടത് നിർബന്ധമല്ലേ? അല്ല, ഇതിന്റെ മുമ്പ് ഈ സ്വകാര്യ വ്യക്തിയുടെ ക്വാറിയാണ്. അദ്ദേഹം ഇത് അധികൃതരെ അറിയിച്ചിരുന്നു. അപ്പോ ഒരു PWD അവരെ അറിയിച്ചപ്പോൾ അതിനുള്ളൊരു പരിഹാര മാർഗം ഉണ്ടായിട്ടില്ല എന്നാണ് കേൾക്കാൻ സാധിച്ചത് അദ്ദേഹത്തിൽ നിന്ന്. ഈ അപകടത്തിൽപ്പെട്ടവർ ഇനി ഈ അപകടം ഇനി ഇതുപോലുള്ള അപകടം ഇല്ലാതിരിക്കാൻ വേണ്ടി ഈ പ്രദേശത്ത് എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതൊക്കെ ആദവനാട് ഭരണസമിതി പെട്ടെന്ന് തന്നെ ചെയ്യുന്നതാണ്. ഈ അപകടത്തിൽപ്പെട്ടവർ ഏത് നാട്ടുകാരാണ്, ഏത് ദേശക്കാരാണെന്നുള്ളതൊക്കെ വ്യക്തമായിട്ട് ഈ പ്രദേശത്തുകാരല്ല. ഇത് ഒരു മലയിൽ ഫാക്ടറി, അവരെ ഈ മസാലകളൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറിയുടെ വണ്ടിയാണ്. അപ്പോ ഇത് മേൽമുറി കേൾക്കാൻ സാധിച്ച് ഒന്ന് മേൽമുറി പ്രദേശം, പിന്നെ ഒന്ന് ചട്ടിപ്പറമ്പോ ആ പ്രദേശത്തുള്ളവരാണ്. ഡ്രൈവറെ രക്ഷപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഡ്രൈവർ കൂടെ ഉണ്ടായിരുന്ന ആളാണ് ഈ അപകടത്തിൽ പെട്ടിട്ടുള്ളത്. നന്ദി ശ്രീ ആസാദ്. ഈ ഘട്ടത്തിൽ പ്രതികരിച്ച പഞ്ചായത്ത് പ്രസിഡന്റ് ആസാദാണ് ഇപ്പോൾ നമ്മോടൊപ്പം ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.